മൊസാദ് തോറ്റുപോയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഈ ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം. അതായത് ഇറാനെ ഒന്നായിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് റെജീം ചേഞ്ച് അടക്കമുള്ള സകല മാറ്റങ്ങളും വരുത്താൻ വേണ്ടിയിട്ട് മൊസാദ് മുൻകൂട്ടി ഇറങ്ങി. മൊസാദ് CIA സപ്പോർട്ടോട് കൂടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ട് തുടങ്ങി വെച്ച യുദ്ധത്തിൽ മൊസാദിന് തീർക്കാൻ പറ്റാണ്ട് മൊസാദിൻ്റെ സീനിയർ, അതായത് ഇൻ്റലിജൻസ് വിഭാഗം ഹെഡും അതുപോലെ തന്നെ ഇറാൻ്റെ റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിരുന്നു. അയാളടക്കമുള്ള സകലരെയും മാറ്റിക്കൊണ്ട് ഒരു പുതിയ നേതൃത്വത്തിലോട്ട് ഇതാ മൊസാദ് വരാൻ പോവുകയാണ്. അതായത് സ്വയം തോൽവി സമ്മതിച്ചു, ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, ഇറാനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേലിലെ ചാനൽ 12 ആണ് ആദ്യം പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതിനുശേഷം ഇസ്രായേലിലെ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള സകല ചാനലുകളും ഈ ന്യൂസ് ഇപ്പം ഇന്ന് കുറച്ച് മുമ്പ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. അതായത് മൊസാദ് തോറ്റ യുദ്ധം. മൊസാദ് തോൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘിയോളികളും ഈ എച്ചിൽ മുസ്ലിമുകൾ എന്ന് പറയുന്നത് നടക്കുന്ന കുറേ എണ്ണവും, പിന്നെ ഈ സംഘി വിഭാഗത്തിൽപ്പെട്ട സകല എണ്ണവും, അതായത് മൊസാദിനെ സ്വന്തം തന്തയായിട്ട് കണ്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നറിയില്ല. ഏതായാലും വിത്ത് ഡീറ്റെയിൽഡ് പ്രൂഫ്, ഈ ഇസ്രായേലിൽ തന്നെ വന്നിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൂഫ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വാർത്ത കണ്ടിട്ട് വരാം. ചാനൽ 12 ആണ് ആദ്യം ഇത് പുറത്തോട്ട് വിടുന്നത്, ഈ ഒരു വാർത്ത. അത് മാത്രമല്ല, ഇറാനെ അങ്ങനെ തീർത്ത് കളയണം, ഇറാനിൽ റെജീം ചേഞ്ച് ആയിരുന്നു ആദ്യം തന്നെ ഈ ഒരു യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവർ പദ്ധതി ഇട്ടിരുന്നത്. അതായത് 100ഓളം മൊസാദ് ഏജൻറ്റുമാരെ ഇറാനിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരെ വെച്ചിട്ട് ഏകദേശം $34 കോടി ഇതിനു വേണ്ടി ബഡ്ജറ്റിൽ ചിലവാക്കിയിട്ടുള്ളത് ഇസ്രായേൽ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവിടെ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി അവരുടെ റെജീം ചേഞ്ച് ചെയ്തിട്ട് അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കുക ഇറാനെ എന്നായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു പ്ലാൻ. ഈ പ്ലാനും കൊണ്ടാണ് അമേരിക്കനെ യുദ്ധത്തിന് കൂട്ടിയവന്മാർ പുറത്തോട്ട് വന്നത്. സത്യത്തിൽ ഈ കഴിഞ്ഞ 5 മാസമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇതായിരുന്നു. അത് ആമ്പേ പരാജയപ്പെട്ടു, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി എന്ന് മൊസാദ് മനസ്സിലാക്കി. ഞങ്ങൾ തോറ്റ അമ്പി എന്ന് മൊസാദ് മനസ്സിലാക്കുന്ന ഒരു വാർത്തയാണ് ഈ ഒരു വാർത്ത. ഈ വാർത്തയുടെ ഭാഗമായിട്ട് ഇറാനിലെ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ലക്ഷ്യമിട്ടിട്ട് തയ്യാറാക്കിയ പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ മൊസാദിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്ന് ആദ്യം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിൻ്റെ ആ സമയത്തായിരുന്നു മൊസാദിൻ്റെ ഡയറക്ടറെ ചേഞ്ച് ചെയ്തിരുന്നത്. ആദ്യത്തെ ഡയറക്ടർ മാറി പുതിയ ഡയറക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ ഡയറക്ടറിൻ്റെ പേര് റോമാൻ ഗോഫ്മാൻ എന്നാണ് ആ പുള്ളിയുടെ പേര് കേട്ടോ. അതായത് ഇപ്പോഴത്തെ ഡയറക്ടർ. അപ്പോൾ പുള്ളിയാണ് ഈ പുതിയ തീരുമാനങ്ങൾക്കൊക്കെ ഇപ്പം മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥർ, ആദ്യത്തെ ആൾ ഇൻ്റലിജൻസ് ഡയറക്ടർ തലവൻ, അതായത് മൊസാദ് ഏജൻസിയിലെ ഇൻ്റലിജൻസ് ഡയറക്ടർ തലവൻ ആയിട്ടുള്ള ഒരാളും, അതുപോലെ തന്നെ ഇറാൻ്റെ വിഭാഗം കൈകാര്യം ചെയ്ത തലവൻ, ഈ 2 പേരെയാണ് പദവികളിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറാനിലെ ഭരണമാറ്റം, റെജീം ചേഞ്ച് ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സമഗ്ര പ്രവർത്തന തന്ത്രത്തിൻ്റെ പ്രധാന ശില്പികളായിരുന്നു ഈ 2 ഉദ്യോഗസ്ഥർ. അതായത് ഇറാൻ്റെ ഉള്ളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് നിലവിലെ ഭരണകൂടത്തിന് പകരം പുതിയൊരു നേതൃത്വത്തെ പ്രതിഷ്ഠിക്കുക എന്നായിരുന്നു പദ്ധതി. ഈ പദ്ധതിക്കായിട്ട് ഏകദേശം 100 കോടി ഷെക്കൽ, അത് $34.4 കോടി ബഡ്ജറ്റ്, 100 കണക്കിന് ജീവനക്കാരെയും ഇതിനായി നിയോഗിച്ചു. പക്ഷേ ഈ പദ്ധതി കംപ്ലീറ്റ്ലി പരാജയപ്പെടുക ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇറാനിൽ റെജീം ചേഞ്ച് വരും. ഇറാനിൽ 100 കണക്കിലല്ല 34,000-ഓളം ആൾക്കാരെയാണ് ഇറാനിൽ കൊന്ന് കളഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ റെജീം. കാരണം അവർക്ക് ഇറാൻ്റെ റെജീമിൽ അതൃപ്തി കാരണം അവിടുത്തെ ആളുകൾ റോട്ടിലിറങ്ങി സമരം ചെയ്യുന്നു. അവർക്ക് രാജ്യം തിരിച്ചു കിട്ടണം, ഇറാൻ്റെ ഈ ഷിയ മുസ്ലിം ഭരണം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിലെ ഈ സംഘഒളികൾ കരഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഈ കൊന്നു തീർത്തത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് മൊസാദ് കൊണ്ടിറക്കിയിട്ടുള്ള മൊസാദിൻ്റെ ചെറ്റകളായിരുന്നു ഈ കൊന്നു തീർത്തിട്ടുള്ളത്. അവിടെ ഒരു ചെറ്റ ചാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ സംഘച്ചെറ്റകളുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഒരു ഇടുപ്പ് വരുന്നതാണ്. കാരണം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ തന്ത ഈ പറഞ്ഞവന്മാരാണ്. അപ്പോൾ തന്തക്ക് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ തന്തയുടെ മക്കൾക്ക് ചേരുന്ന ഒരു കരച്ചിലും പിഴിച്ചിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇറാൻ റെജീം പറഞ്ഞ ഇത്രയും പേരെ നല്ല തൂക്കിക്കൊന്നിട്ടും വെടിവെച്ച് കൊന്നിട്ടും തച്ച് വരെ കൊന്ന് തീർത്ത് കളഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ മൊസാദിൻ്റെ സകല ഏജന്റുമാരെ അങ്ങോട്ട് കയറി ചെന്നത്. അങ്ങനെ അവിടെ ഒരു റെജീം ചേഞ്ച് ഒരു രീതിയിൽ നടക്കാത്ത അവസാന ഘട്ടത്തിലാണ് അവരൊക്കെ ഇനി കൊന്നു തീർത്തേക്കാം. അതായത് ഇറാൻ ഞങ്ങൾ അടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഇറാൻ അങ്ങോട്ട് ആക്രമിച്ചിട്ട് അവിടെയുള്ള അവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് കൊന്നു തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ മിനാപ്പ് സ്കൂളിലെ 165ഓളം കുട്ടികളടക്കം ആയത്തുള്ള അലി ഖാംനി അടക്കം അവരുടെ കുടുംബം അടക്കം എല്ലാവരും ഒറ്റയടിക്ക് അങ്ങോട്ട് കൊന്നു തീർത്തുക. ഇനി ഞങ്ങൾക്ക് കയ്യിൽ കിട്ടും, വീണ്ടും അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നേരെ തിരിച്ചാണ് നടന്നത്. എത്ര പേരെ നിങ്ങൾ വകവരുത്തി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാലും അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള അടുത്ത ബാച്ച് ഓഫ് റെജീം അവിടെ വന്നുകൊണ്ടേയിരുന്നു. അത് നമ്മൾ യുദ്ധത്തിൻ്റെ 4 മാസമായിട്ട് കണ്ടു. അവസാനം അതായത് ഇവരുടെ തന്നെ മൊസാദിൻ്റെ തന്നെ ചാരന്മാരെ കൊന്നു തീർത്തു എന്നുള്ള ഉറപ്പ് വന്നതോടുകൂടി യുദ്ധത്തിൽ ഏകദേശം തോൽവിയൊക്കെ ഇസ്രായേലും അമേരിക്കയും ഉറപ്പിച്ചതോടു കൂടിയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ അപ്പോൾ കൊണ്ടുവരുന്നത്.
അങ്ങനെ ഈ രണ്ട് പേരെയാണ് ഇപ്പം മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇത് ഇസ്രായേലി ടൈംസ് ഓഫ് ഇസ്രായേലിലും ഒരുവിധം എല്ലാ ചാനലുകളിലും ഇസ്രായേലിലെ എല്ലാ ചാനലും ഇത് ഔട്ട് ചെയ്തിട്ടുണ്ട്. വിത്ത് പ്രൂഫാണ് കേട്ടോ. നമ്മൾ വെറുതെ ഈ പറഞ്ഞ സംഘവിളികൾ തള്ളുന്ന പോലെ തള്ളല്ല, നമ്മളിങ്ങനെ വായിൽ എഴുതി വെച്ച കണക്കല്ല നമ്മൾ ഈ പറയുന്നത്. വിത്ത് പ്രൂഫ് വിത്ത് റിപ്പോർട്ടാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു പ്ലാനുമായിട്ട്, അതായത് ഇറാൻ്റെ റെജീം നമുക്ക് തീർത്ത് കളയാമെന്നുള്ളൊരു വമ്പൻ പ്ലാനുമായിട്ട് ഇവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ട്രംപ് ഇതിന് അപ്രൂവൽ കൊടുത്തിട്ടില്ല. കാരണം ഇത് വെച്ചിട്ടൊന്നും ഇറാനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ട്രംപിൻ്റെ അന്നത്തെ ഒരു വിലയിരുത്തലായിട്ട് ഇതിൽ കണക്കാക്കിയിട്ടുള്ളത്. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു. എന്നാൽ ഇറാൻ ഭരണകൂടം ഉടൻ തകർക്കുമെന്ന ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചിന്തകൾ തെറ്റാണെന്ന് അന്ന് CIA ഓൾറെഡി ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകാനില്ല എന്നായിരുന്നു ട്രംപ് അന്ന് തീരുമാനിച്ചത് എന്നും കൂടെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളും ആഭ്യന്തര തർക്കങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം വന്നു പോകുന്നുണ്ട്. അതായത് ഈ ഉദ്യോഗസ്ഥർ മാറ്റങ്ങൾ പരസ്പര ധാരണയോട് കൂടിയിട്ട് എടുത്ത തീരുമാനങ്ങളാണെന്നും ഇപ്പോഴത്തെ തലവൻ്റെ നേതൃത്വത്തിന് കീഴിൽ നടക്കുന്ന പുനർസംഘടനയുടെ ഭാഗമാണ് ഇത് എന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസും മൊസാദും നൽകുന്ന വിശദീകരണം. ഇതുവരെ ഇവരെ ഏജൻസിയിലെ മറ്റ് ചുമതലകളിലോട്ട് മാറ്റിയാണ്, പകരം ഈ ഒരു ചുമതല മറ്റ് പുതിയ ആളുകൾക്ക് കൊടുക്കുകയാണ് എന്നുള്ള പ്ലാനുകളാണ് ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത്. ആഭ്യന്തര തർക്കം വളരെ രൂക്ഷമായിട്ട് മൊസാദിൻ്റെ അകത്തുണ്ട് എന്നും കൂടെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഭ്യന്തര വ്യത്യാസങ്ങൾ, അതായത് ഈ ഗഫ്മാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള മറ്റ് 2 വകുപ്പുകളുടെ മേധാവികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, മുൻ ഡയറക്ടർ ഡേവിഡ് ബേർണിയുടെ സ്ഥാനമൊഴിയലിന് ശേഷം മൊസാദിൻ്റെ കമാൻഡ് ഘടന പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോഫാം നേരത്തെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പഴയ ആൾ മാറി പുതിയ ഡയറക്ടർ വന്ന സമയത്ത് തന്നെ ഇവരുടെ ഡെപ്യൂട്ടി ഡയറക്ടറെ മാറ്റുക, മറ്റ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊക്കെ മാറ്റി വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പദ്ധതി ഇയാൾ ഉണ്ടാക്കിയിരുന്നത്. ആ പദ്ധതിയും കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. അതോടുകൂടിയിട്ടാണ് ഇപ്പം പുതിയ മാറ്റങ്ങളായിട്ട് മൊസാദ് പുറത്തോട്ട് വരുന്നത്. കാരണം മൊസാദിൻ്റെ ഏറ്റവും വലിയൊരു തോൽവി തന്നെയാണ് മൊസാദ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റെജീം ചേഞ്ചും അമേരിക്കനെയും കൂടെ കൂടിയിട്ട് കംപ്ലീറ്റ് അങ്ങനെ തീർത്ത് കളയാമെന്നുള്ള ചിന്താഗതി കംപ്ലീറ്റ്ലി അങ്ങ് ഇല്ലാണ്ടാക്കി കൊടുത്തു ഇറാൻ എന്നുള്ളതാണ് സത്യം. അതായത് ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് 2 ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന ആൾക്കാർ റെജീം ചേഞ്ചും അവരുടെ സമ്പുഷ്ടീകരണവും പിന്നെന്താ മിസൈൽ പ്രൊഡക്ഷനും എല്ലാം അങ്ങ് നിർത്തി ഞങ്ങളുടെ കയ്യിലാക്കും, ഞങ്ങൾ അവിടെ ഒരു കാബറ ഡാൻസ് കളിക്കുന്ന ഡാൻസ് ബാർ ഞങ്ങൾ ഉണ്ടാക്കും, ഇവിടെ ഇറാനിൽ ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഉല്ലാസയാത്ര ചെയ്യാനുള്ള സ്ഥലമാക്കി മാറ്റും, അവിടുത്തെ ഏറ്റവും വലിയ ലോകത്തെ 2ാമത്തെ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ഞങ്ങളങ്ങ് എടുക്കും, ഞങ്ങളങ്ങ് മുക്കും, ഞങ്ങളങ്ങ് വിൽക്കും. അതൊക്കെ വിചാരിച്ച് അങ്ങോട്ട് ഓടിച്ചെന്ന് അമേരിക്കയുടെയും പ്രത്യേകിച്ച് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും മോന്തായം വളഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 2 പേരുടെയും മോന്തായം വളഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 പേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. യുദ്ധത്തിന് ഇറങ്ങി കുടുങ്ങിയിട്ടുള്ള ഒരു ട്രംപിന് എങ്ങനെയെങ്കിലും ഒരു നമ്മൾ പറയല്ലോ, ഒന്ന് കൺസിഡർ ചെയ്തേക്ക്, അയാൾ ഏതായാലും തോറ്റപ്പിട്ട് പോവാണ്, ഇനി ശവത്ത് കുത്തണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള എക്സിറ്റിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ട്രംപിനെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. 80% മിസൈലുകൾ തീർന്ന്, 80% പാട്രിയോട്ടും അതുപോലെ തന്നെ മറ്റ് താഡ് സിസ്റ്റങ്ങളുടെയൊക്കെ മിസൈൽ സപ്പോർട്ട് തീർന്ന് ഒരു വളഞ്ഞൊടിഞ്ഞിട്ടുള്ള ഒരു ട്രംപിനെയും അമേരിക്കയെയും സെൻകോമിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നമ്മൾ ഒരു കൺസിഡറേഷൻ കൊടുക്കില്ല. അങ്ങനെ കൺസിഡറേഷൻ കൊടുത്ത് ഇതിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ട്രംപിനെ കാണുന്നുണ്ട്. പിന്നെ നെതന്യാഹു മിണ്ടുന്നില്ല. കാരണം നെതന്യാഹു ഒറ്റയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ കുണ്ടിയിൽ വരെ ഈ ഇറാൻ്റെ മറ്റേ മിസൈൽ കയറുമെന്നുള്ളത് കൊണ്ട് അമേരിക്ക ഇല്ലാത്തോടത്തോളം കാര്യം നെതന്യാഹു ഒറ്റയ്ക്ക് അവിടെ കയറി അടിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ വല്ല മൊസാദിനെ അവിടെ കൊണ്ടിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കലും, പിന്നെ എസ്റ്റീനെ പോലത്തെ കുറേ പെണ്ണ് പിടിക്കും കുട്ടികളെ പിടിക്കുന്നവന്മാരെ കൊണ്ടുപോയിട്ട് കൂട്ടിക്കൊടുത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. നമ്മുടെ രാജ്യം വരെ അത് പെട്ട് കിടക്കാമെന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനത്തെ കൂട്ടിക്കൊടുപ്പുകാരെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ബാക്കി ഏതെങ്കിലും രീതിയിൽ അവിടെ പിടിച്ചെടുക്കുക എന്ന് മാത്രമേ ഈ പറഞ്ഞ ഇപ്പന്മാരെ കൊണ്ട് പറ്റുള്ളൂ. അതായത് സംഘികളെ തന്തനെ കൊണ്ട് പറ്റുന്നത് സ്വന്തം വീട്ടിലെ വരെ പ്രായപൂർത്തിയാകാത്ത പെമ്പിള്ളേരെ കൂട്ടിക്കൊടുത്തുണ്ടാക്കുക, എന്നിട്ട് കിട്ടുന്നത് കൊണ്ട് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ലോകം പിടിച്ചെടുക്കുക. ഇതേ ചെയ്യുള്ളൂ. സംഘ്യം ചെയ്യുന്നത് തന്നെയാണ് ഈ പറഞ്ഞ അവിടെയുള്ള മൊസാദും ചെയ്യുന്നത് തന്നെയാണ് ഈ ജൂതൻ്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പം അത് മാത്രമേ ഇനി മുന്നോട്ട് നടക്കുകയുള്ളൂ. ഇവരെ കൊണ്ട് മൊസാദിനെ കൊണ്ടോ അല്ലെങ്കിൽ ഈ അമേരിക്കൻ്റെ യുദ്ധത്തിനെ കൊണ്ടൊന്നും ഇറാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നല്ല രീതിയിൽ ഇപ്പം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടൊക്കെ നമുക്ക് വ്യക്തമാക്കി കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ഓളികൾ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ കാണുന്നതും പറയുന്നതും നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മുടെ ഹാർപ്പിക്ക് ഇട്ട് തരുന്ന ഈ എച്ചിൽ നിങ്ങൾക്ക് അതൊക്കെ നക്കിയിട്ടാണല്ലോ നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴത്ത് വന്ന് കമൻറ്റ് ഇടാറ്. അതല്ല അവിടെ നടക്കുന്നത് മറ്റു പലതും ആണ് എന്ന് അവിടുത്തെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ തന്നെ ഭരണകൂടം ഇതുപോലെ പച്ചക്ക് വന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല.
അവിടേക്ക് ഇറാനിലോട്ട് ഇടിച്ചു കയറിയിട്ടുള്ള സകല അതിൻ്റെ മക്കളെയും കൊന്നു തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ തെരുവിലെ ചെത്തലപ്പട്ടിനെ കയറിട്ട് പിടിച്ച് കൊല്ലുന്ന പോലെ ഇറാൻ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. 19,000 എണ്ണം തീർന്നു പോയിട്ടുണ്ട്. എന്താ അവിടെ റജീം ചേഞ്ചിന് വേണ്ടി കഷ്ടപ്പെട്ട മൊസാദികളെയും അല്ലെങ്കിൽ CIA-കളെയും. അക്കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സയനിസ്റ്റ് സ്നേഹം മൂത്ത് പ്രൗഡ് സംഘി സയനിസ്റ്റ് പ്രൗഡ് ജൂതന്മാരാരും പോയിട്ട് കൊന്നുതന്നെടാ അറിയില്ല. പുറത്തോട്ട് ന്യൂസ് വന്നിട്ടില്ല. ചിലപ്പോൾ മിക്കവാറും ഈ ആരിപ്പൂരിൻ്റെ ഒക്കെ കൂട്ടറിൽ ഏതെങ്കിലുമൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ട് ഓടിച്ചെന്ന് അവിടെ പിടിച്ചെടുക്കാൻ ചെന്ന ആൾക്കാർ. അത് നമുക്ക് അറിയാത്ത കാര്യം, ചിലപ്പോൾ ഒക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അവിടെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് റിപ്പോർട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇത്തരത്തിലുള്ള വാർത്തകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ടും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്ന ആളുകളാണെങ്കിൽ വെറുതെ ആ ബട്ടൺ നിൽക്കുക. നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് അതായിരിക്കും. പൈസൻ്റെ ചിലവൊന്നുമില്ല. അങ്ങനെ മാക്സിമം വീഡിയോ കാണാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ കേട്ട മറ്റു വല്ല ന്യൂസുകളുണ്ടെങ്കിലൊക്കെ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഒരുപാട് കമൻറ്റ് ഒരു ദിവസം വരുന്നതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യാത്തത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ സംഘോളികൾ ആരെങ്കിലും കമൻറ്റ് വൃത്തികെട്ട കമൻറ്റ്, അവന്മാരുടെ വായിന്ന് വൃത്തികെട്ട ചെറ്റത്തരം മാത്രമേ വരുള്ളൂ. കാരണം ചെറ്റക്കുണ്ടായ ചെറ്റകൾ ചെറ്റത്തരം മാത്രം ചിന്തിച്ച് ചെറ്റ വർത്താനം മാത്രമേ നമ്മുടെ താഴത്തെ കമൻറ്റിലൊന്ന് പറയാറുള്ളൂ. അങ്ങനത്തെ ചെറ്റകൾക്ക് നല്ല രീതിയിൽ ആ ചെറ്റകളുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടുള്ള റിപ്ലൈ നമ്മൾ കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇടുന്ന നല്ല നല്ല കമൻറ്റുകളും ബാക്കി അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറും വായിക്കാറുമുണ്ട്. അപ്പോൾ അതേ സപ്പോർട്ട് നിങ്ങൾ എപ്പോഴും എനിക്ക് തരിക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും പൂട്ടിക്കണം, നമുക്കിട്ട് പണി തരാൻ ആലോചിച്ച് ജീവിക്കുന്ന ഒരുപാടെണ്ണം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അവറ്റുകളെ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഇത്രയും പറയാനുള്ളൊരു കാരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെവലപ്മെൻറ്റ്സോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.